Hello all, Assalamu alaikum. Welcome back to a new vlog. ഞാൻ കുറച്ച് മുന്നേ ഞാൻ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. സാധനങ്ങളൊന്നും ഗ്രോസറി ഒന്നും കിട്ടിയിട്ടില്ല. അപ്പോൾ കുറച്ച് സാധനങ്ങൾ ഉണ്ടാക്കാൻ വേണ്ടി നോമ്പിൻ്റെ ഐറ്റംസ് ഉണ്ടാക്കാൻ വേണ്ടിയിരുന്നു. പക്ഷെ പറ്റി ലേറ്റ് ആയിട്ടില്ല. സാധനം ഇപ്പോൾ കയ്യിൽ കിട്ടി. ഇനി എന്തൊക്കെയോ അറിയില്ല. ഇനി നമുക്ക് കിച്ചണിൽ കയറി നോക്കാം. അപ്പോൾ ഇനി ഷെജിക്കാക്ക് ഫുഡ് ഉണ്ടാക്കാൻ പോകുന്നത്, ഫുഡല്ല ഒരു മെയിൻ ഐറ്റം ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ ആയിക്കൂടെ ലേറ്റ് ആയതുകൊണ്ട് മൊത്തം അലമ്പായിരിക്കും. അപ്പം നമുക്ക് എങ്ങനെ എന്തൊക്കെയാണ് നമ്മൾ ഇന്ന് ഉണ്ടാക്കണമെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ സാധനങ്ങളൊക്കെ കിട്ടിയിട്ട് നമുക്ക് ഇനി ഒരു സ്പെഷ്യൽ ഐറ്റം നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് കടായി ചിക്കൻ. നമ്മൾ നാടൻ കടായി ചിക്കനല്ല, പാകിസ്ഥാനി കടായി ചിക്കൻ. പാകിസ്ഥാനി റൊട്ടിയാണ്. പാകിസ്ഥാനി ഈ തന്തൂരി റൊട്ടി പറയില്ല, തന്തൂരി റൊട്ടി പിന്നെ പാകിസ്ഥാനി കടായി ചിക്കനാണ് ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ തന്തൂരില്ലാതെ നമുക്ക് എങ്ങനെ ഗ്യാസ് സ്റ്റൗവിൽ തന്തൂരി റൊട്ടി ഉണ്ടാക്കാം നമുക്ക് ഇന്ന് കാണാം. അത് ഞാനല്ല ഉണ്ടാക്കാൻ പോകുന്നത്, ഷെജിക്കാക്ക് ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ ഞാൻ എല്ലാം റെഡിയാക്കി കൊടുക്കും. അപ്പോൾ ഷെജിക്കാക്കാണ് അത് ഉണ്ടാക്കാൻ പോകുന്നത്. അതുകൊണ്ട് ഇന്ന് ലേറ്റ് ആയതുകൊണ്ട് എൻ്റെ ആയിരിക്കും മൊത്തം കച്ചറയായിരിക്കും, കിച്ചൺ എങ്ങനെയായിരിക്കും അറിയില്ല. അപ്പോൾ നോക്കാം. പിന്നെ പെഷവാരി കടായി ചിക്കൻ, പാകിസ്ഥാനി കടായി ചിക്കൻ. പെഷവാരി പറഞ്ഞാൽ പെഷവാർ ഒരു സിറ്റിയാണ്, പാകിസ്ഥാനൊരു സിറ്റിയാണ്. അവിടുത്തെ ഫേമസ് പെഷവാരി കടായി ചിക്കൻ ഭയങ്കര ഫേമസ് ആണ്. യു എയിൽ നിങ്ങളാണെങ്കിൽ കറാച്ചി ദർബാർ അത് ബെസ്റ്റ് കോമ്പിനേഷനാണ്. അപ്പോൾ ഞാനിപ്പോൾ നാട്ടിലായതുകൊണ്ട് എനിക്ക് അതൊക്കെ ഭയങ്കര മിസ്സിങ് ആണ്. സത്യം പറഞ്ഞാൽ ഫുഡി ആയതുകൊണ്ട് എനിക്കത് ഭയങ്കര ഒരു മിസ്സിങ് ആണ്. അപ്പോൾ നമുക്ക് ആ ഒരു സംഭവം നമുക്ക് തന്തൂരി റൊട്ടിയും പിന്നെ കടായി ചിക്കൻ, പെഷവാരി കടായി ചിക്കൻ എങ്ങനെയാണ് ഉണ്ടാക്കാൻ നോക്കുക. ഈസി ആയിട്ട്, ഒരിക്കലും പേര് കേൾക്കുന്ന പോലെ ടഫല്ല, ബുദ്ധിമുട്ടല്ല, പെട്ടെന്നൊക്കെ ഉണ്ടാക്കാനും പറ്റും. പിന്നെ നല്ല ടേസ്റ്റാണ്. നമ്മൾ ഈ മലബാരി ഫുഡ്, നമ്മൾ ഈ നാടൻ ഫുഡൊക്കെ കഴിച്ച് കുറച്ച് ചേഞ്ച് വേണ്ടേ. അപ്പോൾ നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. ഇനി സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ ഫസ്റ്റ് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് പെഷവാരി കടായി ചിക്കനാണ്. അതിൽ മെയിനായിട്ടുള്ള ഇൻഗ്രീഡിയൻ്റാണ് ഈ തക്കാളി. അപ്പോൾ ശരിക്കും ഒരു 5-6 തക്കാളി, മിനിമം 4 എന്തായാലും വേണം. ഇത് കാണുന്നത് ചെറിയ തക്കാളി ആയതുകൊണ്ട് ഞാൻ കുറച്ച് എക്സ്ട്രാ എടുത്താണ്. അപ്പോൾ ഇഞ്ചി വെളുത്തുള്ളി ഞാൻ ആദ്യം റെഡിയാക്കി വെച്ചിരുന്നു. പിന്നെ നമുക്ക് ഒരു ഉള്ളി നന്നായിട്ടൊന്ന് ചോപ്പ് ചെയ്തെടുക്കാം. ഇതൊരു ഓപ്ഷനാണ്. ശരിക്കും ഇതിന് ട്രഡീഷണൽ റെസിപ്പിയിൽ ഒരു ഉള്ളി പറഞ്ഞ സംഭവമല്ല. പിന്നെ ഞാനൊരു ടേസ്റ്റിന് വേണ്ടി മാത്രമേ ഇടുന്നുള്ളൂ. ഈ തക്കാളി മാത്രം ഡയറക്റ്റായിട്ട് ഇട്ടാലും പ്രശ്നമില്ല, ഉള്ളി വേണമെങ്കിൽ അവോയ്ഡ് ചെയ്യുക. പക്ഷേ ഞാൻ ഈ ഒരു റെസിപ്പിയിൽ ഉള്ളി ആഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നന്നായിട്ടത് ചോപ്പ് ചെയ്തെടുക്കാം. പിന്നെ ഒരു 4-5 ഗ്രീൻ ചില്ലി, പച്ചമുളക് ഒന്ന് ചെറുതായിട്ട് ഇങ്ങനെ കട്ട് ചെയ്തെടുത്താൽ മതി. ഇത് നമ്മൾ ലാസ്റ്റ് ഡെക്കറേഷന് വേണ്ടി മാത്രമേ യൂസ് ചെയ്യുള്ളൂ, ആദ്യം ഇടണ്ട. അപ്പോൾ ഞാനിവിടെ 8 തക്കാളി കാണിക്കുന്നത്. ഒരു വലിയ തക്കാളി ആണെങ്കിൽ 6 മതിയാവും. മിനിമം എന്തായാലും 4 തക്കാളി എന്തായാലും യൂസ് ചെയ്യണം. അപ്പോൾ മെയിനായിട്ട് ഈ ഒരു ഡിഷിൽ ഇൻഗ്രീഡിയൻറ്റ് പറഞ്ഞാൽ തക്കാളിയാണ്, ടൊമാറ്റോസ്. അപ്പോൾ പിന്നെ അത് റഫ്ലി ചോപ്പ് ചെയ്തിട്ട് ഇങ്ങനെ കട്ട് ചെയ്തിട്ട് നമുക്ക് പ്യൂരി ആക്കി എടുക്കാം. മിക്സിയിലൊന്ന് നന്നായിട്ടൊന്ന് ജ്യൂസാക്കി എടുക്കാം. അപ്പോൾ ഇതാ പ്യൂരിയൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി ഇത് ശരിക്കും സിമ്പിളായത്, ഇനി അതിൽ കറിയിലേക്ക് ഒഴിച്ചാൽ മതി, അത്രേ ഉള്ളൂ. അപ്പോൾ നമ്മളെല്ലാം റെഡിയാക്കി വെക്കുക ആദ്യം. അപ്പോൾ ചെറുതായിട്ട് നമുക്ക് മസാല ഒന്ന് ചെറുതായിട്ട് റോസ്റ്റ് ചെയ്യുക. അപ്പോൾ 1 ടീസ്പൂൺ നമ്മളെ ചെറിയ ജീരകം ക്യുമിൻ സീഡ്സ്, അത് ചെറുതായിട്ടൊന്ന് ആ പച്ച സ്മെല്ല് മാറി കഴിഞ്ഞിട്ട് റോസ്റ്റ് സ്മെല്ല് വരുമ്പോൾ അതിൽ 1 ടീസ്പൂൺ കുരുമുളക് പൊടി, പിന്നെ 1 ടീസ്പൂൺ മല്ലിപ്പൊടി. അപ്പോൾ നമുക്ക് ചെറിയ തീയിൽ ജസ്റ്റ് ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കുക. ആ പച്ചമണം പോണ വരെ നമുക്ക് റോസ്റ്റ് ചെയ്തെടുക്കുക. പിന്നെ ഫ്ലെയിം ഓഫ് ചെയ്യുക. കുറേ നേരം വെച്ചാൽ അത് കരിഞ്ഞു പോകും, അതൊന്ന് ശ്രദ്ധിക്കണം. അങ്ങനെ നമ്മളൊരു കടായി എടുക്കുക. കടായി ഇല്ലെങ്കിൽ നോൺ സ്റ്റിക്ക് പാൻ ആയാലും കുഴപ്പമില്ല. ഇങ്ങനെ ഒരു കടായി എടുത്തിട്ട് ഫസ്റ്റ് അതിൽ ഓയിൽ ഒഴിക്കുക. അപ്പോൾ വെജിറ്റബിൾ ഓയിലായാലും സൺഫ്ലവർ ഓയിലായാലും കുഴപ്പമില്ല, പക്ഷേ വെളിച്ചെണ്ണ യൂസ് ചെയ്യരുത്. അപ്പോൾ പിന്നെ ഈ ഒരു എണ്ണയിൽ നമ്മൾ 2 സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി ഇട്ടിട്ടുണ്ട്. അതൊന്ന് പച്ചമണം പോണ വരെ അതൊന്ന് സോട്ട് ചെയ്യാം. പിന്നെ അതിലേക്ക് നമ്മൾ ചിക്കൻ, 1 കിലോ ചിക്കൻ ഉണ്ടാവും ഏകദേശം. അപ്പോൾ ആ ചിക്കൻ ഇതിലിട്ടിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ ഈ ചിക്കൻ ബ്രൗൺ കളർ ആവണം, ചെറുതായിട്ടൊരു ബ്രൗൺ കളർ ആവണ വരെ നമുക്കിത് ഈ എണ്ണയിലൊന്ന് സോട്ട് ചെയ്തെടുക്കാം. അപ്പോൾ ഈ ഒരു സമയത്ത് നമുക്ക് നമ്മൾ ചോപ്പ് ചെയ്ത ഉള്ളി ഇതിലേക്ക് ഇടാം. ഇത് സെപ്പറേറ്റ് ആയിട്ട് ഫ്രൈ ചെയ്യുന്ന ഒരു ആവശ്യമില്ല. ഇതിൻ്റെ കൂടെ കടന്നിങ്ങനെ ഫ്രൈ ആയിക്കോളും.
ചിക്കൻ ഏകദേശം നല്ല ഇപ്പോൾ തന്നെ നല്ല സ്മെല്ലൊക്കെ വരുന്നുണ്ട്. അപ്പോൾ ചിക്കൻ നന്നായിട്ട് റോസ്റ്റ് ചെയ്ത് വരുന്നുണ്ട്. നമുക്കൊരു ബ്രൗൺ കളർ ആകുമ്പോൾ നമുക്ക് തക്കാളിൻ്റെ ജ്യൂസ് ഒഴിക്കണം. അപ്പോൾ ഏകദേശം ചിക്കൻ നല്ല ബ്രൗൺ കളറായി വന്നിട്ടുണ്ട്. പിന്നെ ഉള്ളി ഏകദേശം സോട്ടായി വന്നിട്ടുണ്ട്. ഇപ്പോൾ ഈ ഒരു സമയത്ത് നമുക്ക് തക്കാളിൻ്റെ ജ്യൂസ് ഒഴിക്കാം, പ്യൂരി ഒഴിക്കാം. അപ്പോൾ ഇനി ഈ ഒരു ഡിഷ് ചെറിയ തീയിൽ ഇങ്ങനെ കിടന്ന് റോസ്റ്റ് ആവണം. ഇങ്ങനെ തക്കാളിക്ക് നല്ല കളറൊക്കെ മാറി വരും, ഡാർക്ക് കളറായി വരും. ചിക്കനൊക്കെ നല്ല വേറെ ഒരു കളറും പിന്നെ നല്ലൊരു ഫ്ലേവറൊക്കെ ആയിരിക്കും. അതുവരെ നമുക്ക് ഇതേപോലെ വേറെ ഒന്നും ചെയ്യാനില്ല. ഇനി ലാസ്റ്റ് കുറച്ചുകൂടി കഴിഞ്ഞാൽ നമുക്ക് മസാലയൊക്കെ ആഡ് ചെയ്യാം അതിൽ. അപ്പോൾ ഇനി ഇതിൽ നമ്മൾ മസാലകളിടാം, മസാലപ്പൊടികളെല്ലാം ഈ സമയത്ത് ഇടാം. അപ്പോൾ നമ്മൾ റോസ്റ്റ് ചെയ്ത് ചെറിയ ജീരകം, മല്ലിപ്പൊടി, പിന്നെ കുരുമുളക് പൊടി ഇട്ടിട്ട് ഒന്ന് ഇളക്കിയെടുക്കാം. പിന്നെ ഇതിലേക്ക് ഇടേണ്ട ഒരു വലിയ സ്പൂൺ മുളക് പൊടിയാണ്. അപ്പോൾ ശരിക്കും ഇത് ഭയങ്കര സ്പൈസി, കണ്ടാൽ ഭയങ്കര സ്പൈസി ലുക്ക് ആയിരിക്കും, പക്ഷേ അത് സ്പൈസി ഒന്നുമില്ല. പിന്നെ മഞ്ഞൾപ്പൊടി ഇതിൽ കുറച്ചാണ് യൂസ് ചെയ്യുക. നമുക്ക് റെഡ് കളറാണ് വേണ്ടത്, അപ്പോൾ മഞ്ഞൾപ്പൊടി കുറച്ച് യൂസ് ചെയ്താൽ മതി. ഒരു ഹാഫ് അല്ലെങ്കിൽ 1/4 സ്പൂൺ മഞ്ഞൾപ്പൊടി, അത്രേ ഉള്ളൂ. അപ്പോൾ നന്നായിട്ട് മിക്സ് ചെയ്യണം. പിന്നെ ഒന്ന് ലോ ഫ്ലെയിമിൽ നമുക്കിത് മൂടി വെച്ചിട്ടൊന്ന് കുക്ക് ചെയ്തെടുക്കാം. ഇതിൻ്റെ കളറൊക്കെ ഏകദേശം നല്ല മാറിയിട്ടുണ്ട്. പിന്നെ നമ്മൾ തക്കാളിക്ക് നല്ലൊരു പച്ചമണം പോയി കഴിഞ്ഞിട്ട് നല്ലൊരു സ്മെല്ലൊക്കെ വരുന്നുണ്ട്. ഇനി ഇതിലേക്ക് ഒരു കപ്പല്ല 1/4 കപ്പ് തൈര്, 1/4 കപ്പ് കട്ടിത്തൈരാണ് അതിൽ യൂസ് ചെയ്യുന്നത്. അപ്പോൾ കട്ടിത്തൈര് ഇവിടെ ഇപ്പോൾ എനിക്ക് കിട്ടാത്തതുകൊണ്ട് ഞാൻ സാധാരണ പുളിയിൽ തൈര് അതിൽ ഒഴിച്ചത്. ശരിക്കും ക്രീമിഷിൽ തൈര് അതിൽ ഒഴിക്കണത്. പിന്നെ ഇത് ലോ ഫ്ലെയിമിലൊന്ന് മൂടി വെച്ചിട്ടൊന്ന് കുക്ക് ചെയ്തെടുക്കാം. അപ്പോൾ അത് കുക്കാവുന്ന സമയത്ത് നമുക്കിവിടെ പിസ്സ ഉണ്ടാക്കിയെടുക്കാം, മിനി പിസ്സ. അപ്പോൾ പിസ്സ ഇപ്പോൾ എല്ലാവരും ഉണ്ടാക്കുന്ന സംഭവമാണ്. ഇത് ഇസാനിനോട് ഉണ്ടാക്കാൻ പറഞ്ഞപ്പോൾ നമുക്ക് പെട്ടെന്ന് ഇങ്ങനെ ഉണ്ടാക്കിയെടുക്കാൻ നമുക്ക് നോക്കാം. അപ്പോൾ ഇതിൽ 2 കപ്പ് മൈദ, പിന്നെ 2 ടീസ്പൂൺ ഈസ്റ്റ്, കുറച്ച് ഉപ്പ്, 2 ടീസ്പൂൺ പഞ്ചസാര. അപ്പോൾ എത്ര ഈസ്റ്റ് എടുക്കൽ അതേ ക്വാണ്ടിറ്റിയിൽ ഞാൻ പഞ്ചസാര എടുക്കാറുണ്ട്. പിന്നെ 2 ടേബിൾ സ്പൂൺ ഓയിലാണ്, അല്ലെങ്കിൽ 4 ടീസ്പൂൺ ഓയിൽ. പിന്നെ ഇത് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കുക. അത് നല്ലോണം കുഴച്ചെടുത്താലാണ് ആ ഒരു ഫ്ലഫി, ആ ഒരു സോഫ്റ്റുള്ള ഒരു സംഭവം കിട്ടുക. അപ്പോൾ ഇത് ഞാൻ ഇൻസ്റ്റൻറ്റ് ഈസ്റ്റ് ആയതുകൊണ്ട് എല്ലാം ഒരുമിച്ച് ഇട്ടത്. അപ്പോൾ ഇൻസ്റ്റൻറ്റ് ഈസ്റ്റ് ഇല്ലെങ്കിൽ നിങ്ങൾ ആദ്യം ചെറിയൊരു ചൂടുവെള്ളത്തിൽ അല്ലെങ്കിൽ പാലിൽ ഈസ്റ്റും ഷുഗറും എല്ലാം ഇട്ടിട്ട് ഒന്ന് ഫെർമെൻറ്റ് ചെയ്യാൻ വെച്ചിട്ടാണ് ആയിട്ടാണ് പിന്നെ ഈ നമ്മൾ മൈദയിലേക്ക് മിക്സ് ചെയ്യാം. ഇത് ഇൻസ്റ്റൻ്റ് ആയതുകൊണ്ട് ഞാൻ എല്ലാം ഒരുമിച്ചിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. അപ്പോൾ കുറച്ച് ഇളം ചൂടുവെള്ളത്തിൽ കുറച്ചായിട്ട് ഇങ്ങനെ കൈ കൊണ്ട് നന്നായിട്ട് ഇങ്ങനെ കുഴച്ചെടുക്കാം. അപ്പോൾ നമ്മൾ ഡവ് ഇവിടെ റെഡിയായി കിട്ടിയിട്ടുണ്ട്. ഇത് നമുക്ക് റെസ്റ്റ് ചെയ്യാൻ വെക്കാം. ഞാനിവിടെ 2 മണിക്കൂർ 1 മണിക്കൂറൊക്കെ റെസ്റ്റ് ചെയ്യാൻ വെക്കലുണ്ട്. അതിൻ്റെ ഇടയിൽ നമ്മൾ പണിയൊക്കെ എടുത്തിട്ട് ലാസ്റ്റ് ഇത് ഈ പിസ്സ വേണം ചൂടോട്ടിന് തിന്നാൽ മാത്രമേ രസമുള്ളൂ ശരിക്കും എനിക്ക് തോന്നണം. അപ്പോൾ നമുക്ക് ലാസ്റ്റ് നോമ്പ് തുറക്കാൻ കുറച്ച് മുന്നേ ഇത് ഉണ്ടാക്കിയാൽ മതി. അപ്പോൾ ഒരു നനഞ്ഞ തുണി കൊണ്ട് ഒന്ന് നമുക്കത് മൂടി വെക്കാം. അപ്പോൾ ഇതാ നമ്മളെ കടായി ചിക്കൻ ഇവിടെ ഏകദേശം റെഡിയാണ്. അതിൻ്റെ കളറ് കണ്ടില്ല, ഇതേ ഒരു കളറാണ്. പിന്നെ കാണുന്ന പോലെ അല്ല, അത്ര സ്പൈസി ഒന്നുമില്ല. നമ്മൾ ആകെ കുറച്ച് ഒരു സ്പൂൺ മുളക് മാത്രമേ ഇട്ടിട്ടുള്ളൂ. പിന്നെ കുരുമുളകിൻ്റെ ചെറിയൊരു എരിവ് അത്രേ ഉള്ളൂ. പിന്നെ പച്ചമുളക് ഞാനിപ്പോൾ ലാസ്റ്റ് ഇട്ടിട്ടുണ്ട്. പിന്നെ ഇഞ്ചി ഇതേപോലെ നീളത്തിൽ കട്ട് ചെയ്തിട്ട് കാണാൻ നല്ല ഭംഗിയാണ്. അപ്പോൾ ഇതേപോലെ നീളത്തിൽ കട്ട് ചെയ്ത് അത് ഇതിലേക്കിടാം. പിന്നെ കുറച്ച് മല്ലിയിലയും ഒന്ന് ചോപ്പ് ചെയ്തിട്ട് അതും ഇതിലേക്കിടാം. അപ്പോൾ ചിക്കനൊക്കെ നല്ല സോഫ്റ്റായി വന്നിട്ടുണ്ട്.
പിന്നെ നമ്മൾ ഈ തക്കാളീൻ്റെ പേസ്റ്റ്, തക്കാളീൻ്റെ ജ്യൂസൊക്കെ നല്ല റോസ്റ്റായി വന്നിട്ടുണ്ട്. നല്ലൊരു കണ്ടാൽ തോന്നുന്നില്ല തക്കാളീൻ്റെ ഉള്ളിയും വേറെ പേസ്റ്റൊക്കെയാണെന്ന് തോന്നുള്ളൂ. നല്ല ഗ്രേവി ഉണ്ട്, നല്ല തിക്കാണ്. ഇപ്പോൾ നല്ല രസമാണ്. ഇപ്പോൾ തന്തൂരി ആയാലും നാനായാലും എല്ലാ ഇതിൻ്റെ കൂടെ നല്ല ടേസ്റ്റ് ഉണ്ടാവും. അല്ലെങ്കിൽ നമ്മുടെ മടക്ക് ചപ്പാത്തിയോ അങ്ങനത്തെയൊക്കെ പൂരിൻ്റെ കൂടെ, പിന്നെ ബട്ടൂരാൻ്റെ കൂടെ, അതിൻ്റെ കൂടെയൊക്കെ നല്ല ടേസ്റ്റിലൊരു സൈഡ് ഡിഷാണിത്. അപ്പോൾ ഞാനിത് ഒന്നുകൂടി ദമ്മിൽ വെക്കണം, അത് മൂടി വെച്ചിട്ട് ഒന്നുകൂടി ചെറിയൊരു തീയിൽ ഇത് ഒന്നുകൂടി ഞാൻ കുക്ക് ചെയ്തെടുക്കണം. അപ്പോൾ ലാസ്റ്റ് നമുക്ക് കുറച്ച് എന്താ പറയുക, ഒരു 1/4 ടീസ്പൂൺ ഗരം മസാല ഇടുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഗരം മസാല ഇട്ട് കഴിഞ്ഞിട്ട് ഒന്ന് ഇളക്കി കൊടുക്കാം. അപ്പോൾ ഞാൻ ഭയങ്കരമായിട്ടൊന്ന് ഇളക്കേണ്ട, നമ്മൾ ചിക്കനൊക്കെ ഉടഞ്ഞു പോകും. അതുകൊണ്ട് ചെറുതായിട്ടൊന്ന് അത് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമ്മൾ കടായി ചിക്കൻ, പെഷവാരി കടായി ചിക്കൻ ഇതാ റെഡി ആയിട്ടുണ്ട്. ഇത് ഞാൻ മൂടി വെച്ചിട്ട് ഒന്ന് സൈഡിൽ മാറ്റി വെക്കാം. അപ്പോൾ അടുത്ത് കടായി ചിക്കൻ്റെ കൂടെ കഴിക്കാൻ തന്തൂരി റൊട്ടി എന്തായാലും ഉണ്ടാക്കണമല്ലോ. അപ്പോൾ അതെങ്ങനെ ഉണ്ടാക്കാം നമുക്ക് നോക്കാം. അപ്പോൾ 1.5 കപ്പ് ഗോതമ്പ് എടുക്കണം, 1.5 കപ്പ്, പിന്നെ 1/2 കപ്പ് മൈദ. അപ്പോൾ ഇത് കുറച്ച് ഹെൽത്തി പറയാൻ ഒരു ഗോതമ്പ് യൂസ് ചെയ്യുന്നുണ്ട്, ഫുള്ളായിട്ട് മൈദ യൂസ് ചെയ്യുന്നില്ല. അപ്പോൾ 1.5 കപ്പ് നമ്മൾ ഗോതമ്പ് പൊടി, പിന്നെ 1/2 കപ്പ് മൈദപ്പൊടി. അപ്പോൾ നിങ്ങളിങ്ങനെ നോക്കിയിട്ടൊന്ന് റേഷ്യോ ഒന്ന് മാറ്റിയാൽ മതി. പിന്നെ കുറച്ച് നുള്ളിൽ ഉപ്പും, പിന്നെ 1 ടീസ്പൂൺ ബേക്കിംഗ് സോഡ, അത് മാത്രമേ ഇവിടെ യൂസ് ചെയ്യുന്നുള്ളൂ. പിന്നെ നമുക്ക് ഓയിൽ യൂസ് ചെയ്യുക. അപ്പോൾ ഒരു 2 ടീസ്പൂൺ ഓയിൽ ഒഴിക്കുന്നുണ്ട്. അപ്പോൾ നല്ല സോഫ്റ്റ് കിട്ടാൻ വേണ്ടിയാണ് ഈ ഒരു ഓയിലും പിന്നെ ബേക്കിംഗ് സോഡ അതിൽ യൂസ് ചെയ്യുന്നത്. ബേക്കിംഗ് സോഡ അല്ലാതെ നമുക്ക് യൂസ് ചെയ്യാം, പക്ഷേ ആ സോഫ്റ്റ്നെസ് ബേക്കിംഗ് സോഡ യൂസ് ചെയ്താലാണ് കിട്ടുക. അപ്പോൾ ഇത് നന്നായിട്ടൊന്ന് നമുക്ക് കുഴച്ചെടുക്കാം, മിക്സ് ചെയ്തെടുക്കാം. പിന്നെ ഇതിൽ ഒരു ഇൻഗ്രീഡിയൻറ്റ് ഞാൻ പറയാൻ വിട്ടു, ഒരു 1/2 കപ്പ് തൈര്. ഇതിലും ശരിക്കും നമ്മൾ പുളിയില്ലാത്ത തൈരാണ് യൂസ് ചെയ്യുന്നത്. നമ്മൾ എന്താ പറയുക, ക്രീം ഒരു കട്ടി തൈര് അതിൽ യൂസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതില്ലാത്തതുകൊണ്ട് ഞാൻ സാധാരണ തൈരാണ് യൂസ് ചെയ്ത്. അപ്പോൾ ഈ അത് ഇതൊക്കെ നന്നായിട്ട് മിക്സ് ചെയ്ത് നല്ല സോഫ്റ്റും ഫ്ലഫി ആവുള്ളൂ. അല്ലെങ്കിൽ ഇങ്ങനെ കട്ടി പോലെ റബ്ബർ പോലെ ഇരിക്കും. അതുകൊണ്ട് നല്ലോണം കുഴക്കണത്. അപ്പോൾ കുറച്ചായിട്ട് വെള്ളം ഒഴിച്ചിട്ട് നമുക്ക് നന്നായി കുഴച്ചെടുക്കാം. അപ്പോൾ നമ്മൾ ഡവൊക്കെ ഏകദേശം റെഡിയായി കിട്ടിയിട്ടുണ്ട്. ഇത് കുറച്ച് റെസ്റ്റ് ചെയ്യാൻ വെക്കാം. ഞാനിപ്പോൾ ലാസ്റ്റ് മാത്രം ഇത് ഉണ്ടാക്കാൻ പോകണുള്ളൂ. അപ്പോൾ ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കുക, 1 മണിക്കൂർ. ശരിക്കും 30 മിനിറ്റൊക്കെ മതി. ഇവിടെ ഞാൻ 1 മണിക്കൂറൊക്കെ റെസ്റ്റ് ചെയ്യാൻ വെക്കുന്നുണ്ട്. അപ്പോൾ അത് മാറ്റി വെച്ചപ്പോൾ നമുക്ക് പിസ്സേൻ്റെ ചിക്കനൊക്കെ നമുക്ക് റെഡിയാക്കാം. അപ്പോൾ സാധാരണ നമ്മൾ ചിക്കൻ ജസ്റ്റ് ഫ്രൈ ചെയ്യുന്ന പോലെ തന്നെ ചെയ്യാം. ഉപ്പും മുളകും മഞ്ഞളും പിന്നെ തൈര് ഇട്ടിട്ട് ഒന്ന് മാരിനേറ്റ് ചെയ്ത് വെക്കാം. പിന്നെ ഗരം മസാല യൂസ് ചെയ്യണം, തന്തൂരി ഫ്ലേവർ കിട്ടാൻ വേണ്ടി കുറച്ച് ഗരം മസാല, ഉപ്പും മുളകും മഞ്ഞളും പിന്നെ തൈര് ഇട്ടിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. പിന്നെ ഇത് നമുക്ക് കുറച്ച് ഓയിൽ ഒഴിച്ചിട്ട് നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കാം. ഇത് നന്നായിട്ടൊന്ന് ഫ്രൈ ആയിക്കോട്ടെ. അപ്പോൾ നമുക്ക് ചിക്കൻ ഒന്ന് കുക്ക് ചെയ്തിട്ട് നല്ല ഫ്രൈ ചെയ്തെടുക്കണം. അപ്പോൾ ഇതേപോലെ നല്ല ഫ്രൈ ചെയ്തെടുക്കുക. നല്ല ടേസ്റ്റാണ്, ശരിക്കും ഇങ്ങനെ കഴിക്കാൻ നല്ല രസമാണ്. അപ്പോൾ പിസ്സയ്ക്കുള്ള ചിക്കൻ റെഡിയാണ്. അപ്പോൾ പിസ്സയ്ക്കുള്ള സോസ് നമുക്ക് ചെറുതായിട്ടൊന്ന് സിമ്പിളായിട്ട് ഉണ്ടാക്കി നോക്കാം. അപ്പോൾ ഞാനിവിടെ ബേസിക് ഒരു പിസ്സ സോസാണ്, കറക്റ്റായിട്ടുള്ള പിസ്സ സോസ് അല്ല, എനിക്ക് പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റിയൊരു പിസ്സ സോസാണ് ഇവിടെ ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ വെളുത്തുള്ളി, നമ്മൾ ഓയിലിൽ വെളുത്തുള്ളി ചെറുതായിട്ട് കട്ട് ചെയ്ത് വെളുത്തുള്ളിയും പിന്നെ പച്ചമുളകും നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്യുമ്പോൾ ഒരു നല്ല സ്മെല്ല് വരുമ്പോൾ നമുക്ക് തക്കാളി, ഇവിടെ ഞാൻ 2 തക്കാളി യൂസ് ചെയ്ത് അത് നന്നായിട്ട് ചോപ്പ് ചെയ്യുമ്പോൾ അതൊന്ന് ആക്കി കൊടുക്കുക. അപ്പോൾ ഇത് വേവിന് വരെ ഒന്ന് സോഫ്റ്റ് ആവണം, നമുക്ക് ഈ തക്കാളി ഒന്ന് സോഫ്റ്റ് ആക്കി എടുക്കാം. അപ്പോൾ നമുക്ക് ഈ ടൊമാറ്റോസ് ഒന്ന് നല്ല സോഫ്റ്റായി എടുക്കണം. അപ്പോൾ കുറച്ച് ഉപ്പ് ഞാൻ ആഡ് ചെയ്യുന്നുണ്ട്, പിന്നെ കുറച്ച് മസാലാസ് ആഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഞാൻ ഈ സ്പൂണോട് ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കണം പെട്ടെന്ന് ആവാൻ. അപ്പോൾ നമുക്ക് വെയിറ്റ് ചെയ്യാൻ സമയമില്ല. അപ്പോൾ പിന്നെ 1 സ്പൂണ് മുളക് പൊടി, പിന്നെ പഞ്ചസാര യൂസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇതിന് കണക്കൊന്നുമില്ല, നിങ്ങളെങ്ങനെ ടേസ്റ്റ് നോക്കിയിട്ട് യൂസ് ചെയ്താൽ മതി. പിന്നെ ഇതിന് ടൊമാറ്റോ കെച്ചപ്പ് യൂസ് ചെയ്യുന്നുണ്ട്, കുറച്ചധികം യൂസ് ചെയ്യുന്നുണ്ട്.
അപ്പോൾ ഇത് എല്ലാം കൂടി നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. സത്യം പറഞ്ഞാൽ നമുക്ക് പിസ്സ സോസ് ഇവിടെ റെഡിയാണ്, പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു സംഭവമാണ്. പിന്നെ ഇതിൽ ചില്ലി ഫ്ലേക്സ് ആഡ് ചെയ്യുക, ഒറിഗാനോ ആഡ് ചെയ്യുക, പിന്നെ ഹെർബ്സ് ആഡ് ചെയ്യുക, പിന്നെ ഗാർലിക് പൗഡർ, ഒനിയൻ പൗഡർ, അങ്ങനത്തെ കുറേ ഐറ്റംസ് ഇത് ശരിക്കും ആഡ് ചെയ്യുക. അപ്പോൾ ഇത് ഞാൻ സിമ്പിളായിട്ട് വെക്കണുള്ളൂ. സിമ്പിളായിട്ടുള്ള പിസ്സ സോസ് ഇപ്പോൾ റെഡിയാണ്. അപ്പോൾ നമ്മളെ പിസ്സാൻ്റെ ഡവ് ഇപ്പോൾ തുറന്ന് നോക്കുക. ഇത് അതിൻ്റെ ഡബിൾ ക്വാണ്ടിറ്റി ആയിട്ടുണ്ട്. അപ്പോൾ നന്നായിട്ടൊന്ന് പൊന്തി വന്നിട്ടുണ്ട്. ഇത് നമുക്ക് ഇനി ഒന്നുകൂടി നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കണം, സോഫ്റ്റ് ആക്കി എടുക്കണം. അപ്പോൾ കൗണ്ടർ ടോപ്പിൽ ഇതേപോലെ കുറച്ച് പൊടിയൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. പിന്നെ നമ്മൾ പിസ്സ ഡവ് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കണം. ഇത് കുഴക്കാൻ അത്ര ബുദ്ധിമുട്ടൊന്നുമില്ല, നന്നായി സോഫ്റ്റ് ആയതുകൊണ്ട് പെട്ടെന്ന് നമുക്ക് ഇങ്ങനെ കുഴച്ചെടുക്കാൻ പറ്റും. അപ്പോൾ പിസ്സ ഡവ് ഇങ്ങനെ ഉള്ളിലോട്ട് ഇങ്ങനെ പ്രസ് ചെയ്ത് ഇങ്ങനെ കൊടുക്കാം. ഇതൊന്നുമില്ല, ഇത് സ്മൂത്ത്നെസ്സിന് വേണ്ടി ഇങ്ങനെ ചെയ്യുന്നതാണ്. അപ്പോൾ ഇനി നമുക്കിത് റോൾ ചെയ്തെടുക്കുക. അപ്പോൾ ഇത് വലിയൊരു ചപ്പാത്തി ആയിട്ട് നമുക്ക് റോൾ ചെയ്തെടുക്കുക. പിന്നെ നമുക്ക് ആ ഒരു ഡവിന്ന് ഇങ്ങനെ സർക്കിൾസ് ആയിട്ട് ഡിസ്ക്കായിട്ട് ഇങ്ങനെ കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ നമുക്കത് മാക്സിമം വലുതാക്കാൻ നോക്കാം. ഇപ്പോൾ നിങ്ങൾക്ക് കട്ടിയുള്ള ക്രസ്റ്റ്, ഇപ്പോൾ പിസ്സാൻ്റെ ക്രസ്റ്റ്, പിസ്സാൻ്റെ ബേസ് ഇപ്പോൾ നിങ്ങൾക്ക് കട്ടിയുടെ ഇഷ്ടമാണെങ്കിൽ കട്ടിയായിട്ട് പരത്തിയെടുക്കുക. അല്ലെങ്കിൽ കുറച്ച് തിന്നായിട്ട് അല്ലെങ്കിൽ മീഡിയം സൈസ് ആണെങ്കിൽ ആ ഒരു രീതിയിൽ നമുക്ക് കട്ട് ചെയ്തെടുക്കാം. പിസ്സാൻ്റെ ഡവ് ഞാനിവിടെ പരത്തി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഒരു ജാറിൻ്റെ മൂടി, ഒരു ക്യാപ്പ് വെച്ച്, ബോട്ടിൽ ക്യാപ്പ് വെച്ചിട്ട് നമുക്കത് കട്ട് ചെയ്തെടുക്കണം. ഇപ്പോൾ അത്യാവശ്യം വലുപ്പമുള്ളത് കട്ടർ ഇതാണ്, എന്താ പറയുക, മൂടിയാണ്. അപ്പോൾ ഇതുകൊണ്ട് നമുക്ക് റൗണ്ട് ഷേപ്പാക്കിയിട്ട് കട്ട് ചെയ്തെടുക്കാം. ഇത് ഭയങ്കര സിമ്പിളായി, പിസ്സ പറഞ്ഞാൽ ഭയങ്കര സിമ്പിളൊരു സംഭവമായിട്ട് ആർക്കും ഉണ്ടാക്കാൻ പറ്റും. അപ്പോൾ ഇതുവരെ ഉണ്ടാക്കാത്ത ആൾക്കാർ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. അതൊക്കെ പെട്ടെന്ന് ഇപ്പോൾ ശരിക്കും ഒരു ഗസ്റ്റ് വരുന്നുണ്ട് പറഞ്ഞാൽ അപ്പോഴും നമുക്ക് ഉണ്ടാക്കാൻ പറ്റും, വലിയ സംഭവമായിട്ട് തോന്നും. പക്ഷേ ഇത് ഭയങ്കര സിമ്പിളൊരു ഈസിയാണ്. അപ്പോൾ നമുക്ക് ശരിക്കും പിസ്സ സോസിൻ്റെ ഒന്നും ആവശ്യമില്ല, സാധാ ടൊമാറ്റോ സോസ് വെച്ചിട്ട് തന്നെ ഉണ്ടാക്കിയാൽ മതി. ആകെ പ്രശ്നം വരിക നമുക്ക് ചീസ് ഇല്ലാത്ത സമയത്താണ് പ്രശ്നം വരിക. അപ്പോൾ മയോണൈസ് ഉണ്ടെങ്കിൽ അതും വേണമെങ്കിൽ ആഡ് ചെയ്യാം, ആ ഒരു സമയത്ത് നമുക്ക് വേണമെങ്കിൽ അതും ആഡ് ചെയ്യാം. അപ്പോൾ ഇങ്ങനെ നമ്മൾ റൗണ്ട് ആക്കിയിട്ട് എല്ലാം കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ബാക്കി വന്ന ഡവ് മാറ്റി വെക്കാം. ഈ എക്സ്ട്രാ കാണുന്ന ഡവ് ഒന്ന് മാറ്റി വെക്കുക. ഇത് നമുക്ക് പിന്നെ റോൾ ചെയ്തിട്ട് ഇതേപോലെ കട്ട് ചെയ്തെടുക്കണം. അപ്പോൾ നമ്മൾ നോൺ സ്റ്റിക്ക് പാൻ ഒന്ന് ചൂടാക്കിയെടുക്കാം. അപ്പോൾ ഇത് ഭയങ്കര ഒന്ന് കുക്ക് ചെയ്തെടുക്കുന്ന ആവശ്യമില്ല, ചെറുതായിട്ടൊന്ന് കുക്ക് ചെയ്താൽ മതി, ഒന്ന് ചൂട് തട്ടിയാൽ മതി, അത്രേ ഉള്ളൂ. ചെറുതായിട്ടൊന്ന് കുക്കായാൽ മതി. ഭയങ്കര ഓവറാക്കി കുക്ക് ചെയ്താൽ അതിൻ്റെ ഭയങ്കര ഒരു ഹാർഡായിപ്പോവും. ഹാർഡല്ല, ഒരു ക്രിസ്പി ആയിപ്പോവും. അപ്പോൾ നമുക്ക് ക്രിസ്പി വേണ്ട, സോഫ്റ്റ് തന്നെയാണ് ശരിക്കും ടേസ്റ്റ്. അപ്പോൾ ഒന്ന് മൂടി വെച്ചിട്ട് ഞാൻ ലോ ഫ്ലെയിമിൽ ഒന്ന് കുക്ക് ചെയ്തെടുക്കണം. അപ്പോൾ ബാക്കി വന്ന മാവ് ഇതേപോലെ ഞാൻ പരത്തിയെടുക്കണം. അപ്പോൾ ഇതേപോലെ ഞാൻ കട്ട് ചെയ്തെടുക്കുകയാണ് ഫുള്ള്. അപ്പോൾ എനിക്ക് തോന്നുന്നു ഏകദേശം ഇതിലൊരു 10 പിസ്സാസ് എനിക്ക് ഉണ്ടാക്കാൻ പറ്റിയിട്ടുണ്ടാവും. ഇത് അത്യാവശ്യം വലുപ്പമുള്ള പിസ്സ തന്നെയാണ്. അപ്പോൾ മിനി പിസ്സ ശരിക്കും കഴിക്കാൻ ടേസ്റ്റ് എനിക്ക് തോന്നുന്നത്. എല്ലാവർക്കും ഒരു പിസ്സ കിട്ടുന്ന പോലെയുള്ളൊരു ഫീലിംഗ് ആണ്. അപ്പോൾ മിനി പിസ്സാസാണ് കുറച്ചുകൂടി നല്ലത് തോന്നുന്നുണ്ട്. അപ്പോൾ ഇതേപോലെ ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് കുക്ക് ചെയ്തെടുക്കാം. പിന്നെ വേറെ കാര്യം പറയാം, ചില സമയത്ത് നമ്മൾ പിസ്സാസ് ഒന്ന് പൊന്തി വരും, അതുകൊണ്ട് ഫോർക്കോട് ഇങ്ങനെ കുത്തിയെടുക്കണം. അത് ഞാൻ കുത്തണം. ഞാനത് ഇവിടെ ഫസ്റ്റ് ട്രിപ്പിൽ ഞാൻ ചെയ്യാൻ മറന്നുപോയി. ഇതേപോലെ നമുക്കിങ്ങനെ ഹോളാക്കി ഇങ്ങനെ ജസ്റ്റ് ഒന്ന് കുത്തിയാൽ മതി. അതിങ്ങനെ പൊന്താതെ ഇരിക്കാൻ വേണ്ടി, ഫ്ലഫി ആവാതെ ഇരിക്കാൻ വേണ്ടിയാണ്, പൊന്താതെ ഇരിക്കാൻ വേണ്ടിയാണ് ഇങ്ങനെ ചെയ്യുന്നത്. അപ്പം നിർബന്ധമൊന്നുമില്ല, ജസ്റ്റ് ഒന്ന് ഞാൻ പറയാം. അപ്പോൾ അങ്ങനെ നമ്മളെല്ലാ പിസ്സ ബേസ് ഇവിടെ റെഡിയാണ്. നല്ല സോഫ്റ്റാണിത്. അപ്പോൾ നിങ്ങൾ ഇതിനെക്കാട്ടും കൂടുതൽ കട്ടിയിട്ട് ക്രസ്റ്റ് വേണമെങ്കിൽ നമുക്ക് ഇതേപോലെ ചെയ്യാം, കുറച്ചും കട്ടിയിൽ പരത്തിയാൽ മതി. അപ്പോൾ നമ്മുടെ പിസ്സ സോസ് റെഡിയാണ്. ചിക്കൻ ഇവിടെ റെഡിയാണ്. ചിക്കൻ ഞാൻ ഷ്രെഡ് ചെയ്ത് എടുത്തിട്ടുണ്ട്. പിന്നെ ഞാൻ ക്യാപ്സിക്കം ഒന്ന് റൗണ്ട് ആക്കിയിട്ടാണ് കട്ട് ചെയ്ത്, പിന്നെ കുറച്ച് ഉള്ളി ഇവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഒരു പിസ്സ എടുക്കുക, അതിൻ്റെ മുകളിൽ ഫസ്റ്റായിട്ട് നമ്മൾ പിസ്സ സോസ് ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക, പിന്നെ ഉള്ളി, പിന്നെ ഫസ്റ്റ് ഞാൻ കുറച്ച് മൊസറല്ല ചീസ് യൂസ് ചെയ്യുന്നുണ്ട്.
അപ്പോൾ ഏത് ചീസായാലും ശരിക്കും ഇത് പ്രശ്നമല്ല. പക്ഷേ മോസറല്ല ചീസാണ് കുറച്ച് സ്ട്രെച്ചി ചീസ്, അപ്പോൾ അതാണ് ശരിക്കും ടേസ്റ്റ്. ഇനി പിസ്സ ഇനി ഇതില്ലെങ്കിൽ ചീസ് ഇല്ലെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യും ആനൊരു ഡൗട്ട്. അപ്പോൾ നമുക്ക് പനീർ ഉണ്ടാക്കുമല്ലോ, നമ്മൾ പാലിൽ നാരങ്ങ നീര് ഇട്ടിട്ട് ആ ഒരു സംഭവം പാലിങ്ങനെ പിരിയുമ്പോൾ അത് മാറ്റി വെക്കുക. അപ്പോൾ അത് നമുക്കതിൽ വേണമെങ്കിൽ യൂസ് ചെയ്യാം. അല്ലെങ്കിൽ പിന്നെ മയോണൈസ് ഉണ്ടെങ്കിൽ അത് വെറുതെ മുകളിലൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുത്താൽ മതി, അങ്ങനെയും ചെയ്യാം. പക്ഷേ ചീസ് ആണ് ഏറ്റവും ബെസ്റ്റ്. അപ്പോൾ ഇതേപോലെ ചിക്കനും നമ്മൾ ആഡ് ചെയ്ത് നമുക്ക് എന്ത് ടോപ്പിംഗ് ആയാലും ടേസ്റ്റാണ്. ഇപ്പോൾ നിങ്ങൾക്ക് ഇതില്ലെങ്കിൽ വെജിറ്റബിൾ മാത്രം ഇട്ടാൽ മതി, സോയാബീൻ ആണെങ്കിൽ സോയാബീൻ ഇടുക, പൊട്ടാറ്റോസ് ഇടുക, എങ്ങനെ ആയാലും നല്ല ടേസ്റ്റ് തന്നെയാണ്. അപ്പോൾ ഞാൻ ഭംഗിക്ക് വേണ്ടിയാണ് ഈ ക്യാപ്സിക്കം ഇങ്ങനെ റൗണ്ടാക്കി കട്ട് ചെയ്തെടുത്ത്. അപ്പോൾ ചീസ് നന്നായിട്ട് ഇട്ടാലാണ് ആ ഒരു പിസ്സാൻ്റെ ശരിക്കും ഒരു ടേസ്റ്റ്. അപ്പോൾ ഇതൊന്ന് ലോ ഫ്ലെയിമിൽ ഒന്ന് കുക്ക് ചെയ്തെടുക്കുക. നമ്മൾ ആ ഒരു ചീസ് മെൽറ്റ് ആവുന്ന വരെ കുക്ക് ചെയ്ത് എടുത്താൽ മതി, അത്ര മതി. അപ്പോൾ ഇത് വെരി വെരി ലോ ഫ്ലെയിമിലാണിത്. എത്ര നിങ്ങൾക്ക് മാക്സിമം എത്ര ലോ ചെയ്യാൻ പറ്റുമോ അത്ര ലോ ഫ്ലെയിമിൽ നമുക്ക് ഈ മെൽറ്റ് ആവുന്ന വരെ, നമ്മൾ ഈ പിസ്സ മൊസറല്ല ചീസ് ഒന്ന് മെൽറ്റ് ആവുന്ന വരെ മാത്രം ഇത് കുക്ക് ചെയ്താൽ മതി. അപ്പോൾ ഓവനിലെ ആൾക്കാർക്ക് അറിയാം, എനിക്കറിയില്ല അതിൽ എത്ര സെറ്റ് ചെയ്ത് വെക്കേണ്ടത്. അപ്പോൾ അവരാണെങ്കിൽ ഇതേപോലെ നിങ്ങളതിൽ സെറ്റ് ചെയ്തിട്ട് കുക്ക് ചെയ്തെടുക്കാം. അപ്പോൾ ഇത് ശരിക്കും ഭയങ്കര സിമ്പിളാണ്, ഭയങ്കര ടേസ്റ്റ്. അപ്പോൾ കുട്ടികൾക്ക് എന്തെങ്കിലും കഴിക്കാൻ തോന്നുന്നുണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കിയാൽ മതി. പക്ഷേ ചീസ് ആയതുകൊണ്ട് ചീസ് നമ്മൾ എടുത്ത് എപ്പോഴും അവൈലബിൾ ഉണ്ടാവില്ല. അതുകൊണ്ട് മയോണൈസോ വേറെ എന്തെങ്കിലും യൂസ് ചെയ്തിട്ട് നമുക്ക് കഴിക്കാം. അപ്പോൾ നല്ല ടേസ്റ്റി പിസ്സ നമുക്ക് റെഡിയാണ്. അപ്പോൾ അങ്ങനെ നമ്മളെല്ലാ പിസ്സാസ് കുക്ക് ചെയ്തെടുത്തിട്ടുണ്ട്. പിസ്സാസൊക്കെ റെഡിയാണ്, നല്ല ടേസ്റ്റ്. ശരിക്കും ചൂടോടക്കിനെ കഴിച്ചാൽ ആ ഒരു ടേസ്റ്റ് നമ്മൾ നോമ്പൊക്കെ ആകുമ്പോൾ കുറച്ചൊന്ന്, അല്ലെങ്കിൽ ആ ഒരു ലാസ്റ്റ് സമയത്ത് ശരിക്കും സമയപ്പോൾ ആയിട്ടുണ്ട്, പക്ഷേ ആ ഒരു കഴിക്കുന്ന സമയത്ത് നമ്മളിങ്ങനെ പാനിന് എടുത്ത് കഴിക്കണം, അപ്പോഴാണ് അതിൻ്റെ ഒരു ടേസ്റ്റ്. അപ്പോൾ അടുത്ത് നമുക്ക് തന്തൂരി റൊട്ടി ഇങ്ങനെ ഉണ്ടാക്കാൻ നോക്കണ്ടേ. അപ്പോൾ തന്തൂരി റൊട്ടീൻ്റെ മാവ് ഇവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. ഇതേപോലെ നല്ലോണം കുഴച്ചെടുക്കണം, നല്ല സോഫ്റ്റ് ആക്കി എടുക്കണം. നല്ല കുഴച്ച് കഴിഞ്ഞിട്ട് ഞാനിവിടെ ഇങ്ങനെ ചെറുതായിട്ട് ഇങ്ങനെ കട്ട് ചെയ്തെടുക്കുകയാണ്. അപ്പോൾ ഇത് ഒന്നൊന്നായിട്ട് നമുക്ക് ബോൾസ് ആക്കി എടുക്കുക. പിന്നെ നമുക്ക് ചപ്പാത്തി പരത്തുന്ന പോലെ തന്നെ പരത്തിയെടുക്കുക. കുറച്ചുകൂടി കട്ടിയായിരിക്കും, കുറച്ചുകൂടി കട്ടിയാലേ കുറച്ചുകൂടി ടേസ്റ്റ് എനിക്ക് തോന്നിയത്. അപ്പോൾ ചപ്പാത്തിൻ്റെ അത്ര തിന്ന് വേണ്ട, നമ്മൾ ചപ്പാത്തി നൈസായിട്ടല്ലേ പരത്തിയെടുക്കുക. അപ്പോൾ അത്ര വേണ്ട, കുറച്ച് തിക്കായിട്ടാണ് പരത്തിയെടുക്കുന്നത്. അപ്പോൾ ഇങ്ങനെ ബോൾസ് ആക്കി എല്ലാം എടുത്തിട്ടുണ്ട്. പിന്നെ ഇത് നല്ല നൈസായിട്ട് നമുക്ക് പരത്തിയെടുക്കാം. ചപ്പാത്തിൻ്റെ അത്ര നൈസല്ല, നല്ല അത്യാവശ്യം കട്ടിയിൽ തന്നെ പരത്തിയെടുക്കണം. അപ്പോൾ ശേഷിക്കാക്കി ഇത് പരത്തിയെടുക്കുന്നത്. പിന്നെ നമുക്ക് ഈ ഒരു സൈഡ് ഫുള്ളായിട്ട് വെള്ളം ഒന്ന് തേച്ച് കൊടുക്കണം. ഈ ഒരു ഭാഗമാണ് നമ്മൾ പാനിലേക്ക് വെക്കാൻ പോണത്. അപ്പോൾ നോൺ സ്റ്റിക്ക് അല്ലാതെ ഏത് പാനായാലും കുഴപ്പമില്ല. അപ്പോൾ ആ വെള്ളം തേച്ച ഭാഗമാണ് നമ്മൾ ഫസ്റ്റ് പാനിലേക്ക് ഇടേണ്ടത്. പിന്നെ നിങ്ങൾ കാണുമ്പോൾ ഇങ്ങനെ ബബിൾസ് ആയിട്ട് ഇങ്ങനെ കാണും, ഇങ്ങനെ പൊന്തി ഇങ്ങനെ വരും. ആ ഒരു ചെറുതായിട്ട് ഇങ്ങനെ പൊന്തി വരുമ്പോൾ നമ്മൾ ഡയറക്റ്റായിട്ട് ഫ്ലെയിമിൻ്റെ മുകളിൽ ഇങ്ങനെ ചുറ്റിച്ച് കൊടുക്കണം. അപ്പോൾ നൈസായിട്ട് എല്ലാ സ്ഥലത്തുനിന്നും ബ്രൗൺ കളറായി വരുമ്പോൾ നമ്മൾ തന്തൂരി റൊട്ടി റെഡിയാണ്. അപ്പോൾ ആ ഒരു ചുട്ട ആ ഒരു ഇഫക്റ്റ് കിട്ടാൻ വേണ്ടിയാണ് ഇങ്ങനെ ചെയ്യുന്നത്. ഇപ്പോൾ മുകളിൽ നിന്ന് ചെറുതായിട്ടൊന്ന് കുക്ക് ചെയ്തെടുക്കാൻ വേണ്ടിയാണ് ഇങ്ങനെ ചെയ്യുന്നത്. അപ്പോൾ ഷെജിക്കാക്ക് അതിൽ എക്സ്പേർട്ടായിട്ടുണ്ട്. അപ്പോൾ ആദ്യമേ ഭയങ്കര ഇഷ്ടമാണ് തന്തൂരി റൊട്ടി ഉണ്ടാക്കുക പറഞ്ഞാൽ ഭയങ്കര ഇഷ്ടമാണ്, എല്ലാം ഏറ്റെടുത്തോളും. അപ്പോൾ ഇതേ ലുക്ക് ആയിരിക്കും. ഈ ഒരു സൈഡ് ഭയങ്കര ക്രിസ്പി ആയിരിക്കും. ശരിക്കും ഇതൊക്കെ ചൂടോടക്കനെ കഴിക്കണം, തണുത്ത അത്ര ഒരു ഇതുണ്ടാവില്ല. പക്ഷേ ശരിക്കും ഇത് ആ ഒരു സമയത്ത് തന്നെ ഇങ്ങനെ എടുത്ത് കഴിക്കണം. അപ്പോൾ ആ ഒരു സൈഡ് നല്ല ക്രിസ്പി ആയിരിക്കും, മുകളിലത്തെ ഭാഗം നല്ല സോഫ്റ്റ് ആയിരിക്കും. അപ്പോൾ അതേപോലെ എല്ലാ ഭാഗം ചെയ്യാം. നമ്മൾ സാധാരണ പോലെ പരത്തുന്ന പോലെ തന്നെ പരത്തുക, ചെറിയൊരു കട്ടിയിൽ പരത്തുക. പിന്നെ ഒരു സൈഡ് വെള്ളം തേക്കുക. ആ വെള്ളമുള്ള ഭാഗം നമ്മൾ പാനിലേക്ക് വെച്ചിട്ട് പിന്നെ ഒന്ന് ബബിൾസായി കാണുമ്പോൾ നമുക്കിങ്ങനെ ഹൈ ഫ്ലെയിമിൽ ഇങ്ങനെ ചുറ്റിച്ചെടുക്കാം. അപ്പോൾ ഈ സമയത്ത് ശ്രദ്ധിക്കേണ്ട, കൂടുതലാവാൻ പാടില്ല, അല്ലെങ്കിൽ കരിഞ്ഞു പോകും ആ സമയത്ത്. അപ്പോൾ നോക്കിയാൽ മതി, ഇടയ്ക്കിടയ്ക്ക് എല്ലാ സ്ഥലത്തുനിന്ന് ചെറുതായിട്ട് ബ്രൗൺ ആവുക, ഒന്ന് ചുട്ടെടുക്കുക, അത്രേ ഉള്ളൂ. കണ്ടില്ലേ, ഇതേപോലെ അടിപൊളിയായിട്ട് കിട്ടും. അപ്പോൾ ആ പാനിൽ ഒട്ടിച്ച ഭാഗം നല്ല ക്രിസ്പി ആയിരിക്കും. ഇത് നല്ല ക്രിസ്പിയുള്ള ഭാഗമായിരിക്കും. ചൂടോടക്കനെ കഴിക്കാനാണ് ഏറ്റവും ടേസ്റ്റ്. പിന്നെ ഞാനിപ്പോൾ ചെറിയൊരു ഫ്ലേവറിന് വേണ്ടി ഞാനൊരു ബട്ടർ തേക്കണം. ശരിക്കും ഇതിൻ്റെ ഒരു ആവശ്യമില്ല, തന്തൂരി റൊട്ടിയിൽ അങ്ങനെ ബട്ടറിൻ്റെ ആവശ്യമൊന്നുമില്ല. ഞാൻ ചെറിയൊരു ഫ്ലേവറിന് വേണ്ടി മാത്രം ചെറുതായിട്ടൊന്ന് ബട്ടറൊന്ന് തേച്ച് കൊടുക്കുന്നുണ്ട്.
ആ ഒരു പണി സനു ഏറ്റെടുത്തിട്ടുണ്ട്. അപ്പോൾ ശരിക്കൊക്കെ ഒരു ഹാർട്ട് ഷേപ്പോ ട്രയാങ്കിൾ ഷേപ്പൊക്കെ ആക്കേണ്ടി പറഞ്ഞു. തന്തൂരി റൊട്ടി പല ഷേപ്പിലുണ്ടാവും പറഞ്ഞിട്ടാണ് ഈ ഒരു ഷേപ്പ് ആക്കിയെടുക്കുന്നത്. അപ്പോൾ ഇതേപോലെ ആക്കിയെടുക്കുക. നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവും ഞാൻ വിചാരിക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായിട്ടില്ലെങ്കിൽ നിങ്ങൾ ഒന്ന് കമൻറ്റ് ബോക്സിൽ എന്തായാലും അറിയിക്കണം. അപ്പോൾ ഒരു റൊട്ടി ഉണ്ടാക്കുമ്പോൾ മുന്നോട്ട് പറയാം, ഇത് പെർഫെക്റ്റ് ആയിട്ട് നീ ഒന്ന് വീഡിയോ എടുക്കുക, നീ ഫോട്ടോ എടുക്കുക. അപ്പോൾ അതാണ് കാണിക്കുന്നത്. പെർഫെക്റ്റ് തന്തൂരി റൊട്ടി ഇവിടെ റെഡിയാണ്. അപ്പോൾ ഏകദേശം നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ട് എങ്ങനെയാണ്. അപ്പോൾ ഞാൻ കാണിക്കാൻ ജസ്റ്റ് ഒന്ന് പരത്തി എടുക്കുക, നല്ല തിക്കായിട്ട് പരത്തി എടുത്തിട്ട് ഒരു സൈഡ് ഫുള്ളായിട്ട് വെള്ളം തേച്ച് കൊടുക്കുക. പിന്നെ ആ വെള്ളമുള്ള ഭാഗമാണ് നമ്മൾ ഈ പാനിലേക്ക് ഇടുന്നത്. അപ്പോൾ ആ നനവ് ഉണ്ടായതുകൊണ്ടാണ് നമ്മൾ പാനിലേക്ക് ഒട്ടുന്നത്. അപ്പോൾ നോൺ സ്റ്റിക്ക് പാൻ ആയാലും തീരെ ഒട്ടി പിടിക്കില്ല. അപ്പോൾ നോൺ സ്റ്റിക്ക് പാൻ ഇവിടെ തീരെ യൂസ് ചെയ്ത്, സ്റ്റീലായാലും കുഴപ്പമില്ല, പിന്നെ നമ്മൾ ഇരുമ്പിൻ്റെ ചട്ടി ആയാലും പ്രശ്നമില്ല. അപ്പോൾ അങ്ങനത്തെ പാന് യൂസ് ചെയ്യുന്നുണ്ട്. നോൺ സ്റ്റിക്ക് പാനിൽ ഒട്ടി പിടിക്കില്ല. അപ്പോൾ ഇങ്ങനെ ഒട്ടിയാലാണ് നമുക്ക് ഈ ഫ്ലെയിമിൽ വെച്ചിട്ട് നമുക്കൊന്ന് ചുട്ടെടുക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ഇതേപോലെ ഫ്ലെയിമിൽ വെച്ചിട്ടാണ് ഈ ഒരു ചെറുതായിട്ടൊന്ന് ചുട്ടെടുത്ത്, അപ്പോൾ ബ്രൗൺ കളർ ആവുന്ന വരെ നമുക്കൊന്ന് ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് ഒന്ന് എല്ലാ സൈഡിലൊന്ന് ബ്രൗൺ കളർ ആക്കി എടുക്കണം. അപ്പോൾ ഒരു സൈഡ് നല്ല ക്രിസ്പി ആയിരിക്കും. ശരിക്കും ഇത് ആ ഒരു സമയത്ത് തന്നെ കഴിക്കണം. അപ്പോൾ അതിൻ്റെ ബെസ്റ്റ് ടേസ്റ്റ് കിട്ടുള്ളൂ. അപ്പോൾ ഇതിൻ്റെ മുകളിൽ ചെറുതായിട്ട് ഞാൻ ബട്ടറൊക്കെ തേച്ച് കൊടുക്കുന്നുണ്ട്. അത് ശരിക്കും പ്യൂർലി ഓപ്ഷനാണ്, വേണമെങ്കിൽ മതി, അത്രേ ഉള്ളൂ. അപ്പോൾ ഇത് ശരിക്കും പറഞ്ഞാൽ ഒരു ഹെൽത്തി റൊട്ടിയാണ്. നമ്മളിതിൽ മൈദ അത്ര യൂസ് ചെയ്യില്ല, അരക്കപ്പ് മാത്രമേ യൂസ് ചെയ്യുന്നുള്ളൂ. പിന്നെ ഓയിലൊന്നും യൂസ് ചെയ്യില്ല, ബട്ടർ ടേസ്റ്റിന് വേണ്ടി മാത്രമേ യൂസ് ചെയ്യുള്ളൂ. അപ്പം ബട്ടർ വേണമെങ്കിൽ മാത്രമേ യൂസ് ചെയ്താൽ മതി. അപ്പോൾ ഞാനൊന്ന് എടുത്ത് കാണിക്കാം. നല്ല സോഫ്റ്റാണ്. പിന്നെ അതിൻ്റെ ക്രിസ്പി കുറച്ച് കഴിഞ്ഞാൽ അതിൻ്റെ ക്രിസ്പിനെസ്സൊക്കെ പോകും, ബാക്കത്തെ ക്രിസ്പിനെസ്സൊക്കെ പോവാറുണ്ട്. അപ്പോൾ ആ സമയത്ത് കഴിക്കാൻ മാത്രമേ ക്രിസ്പി ആവുള്ളൂ. അപ്പോൾ എല്ലാം റെഡി ആയിട്ടുണ്ട്. ഇനി നമ്മൾ ടേബിൾ ഒന്ന് സെറ്റ് ചെയ്തെടുക്കുക. അപ്പോൾ ജ്യൂസ് പറഞ്ഞാൽ മുസമ്പി ജ്യൂസാണ്. അപ്പോൾ ആദ്യം റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ഒന്നുമില്ല, ഫ്രൂട്ട്സ് കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട്. പിന്നെ പിസ്സയാണ് കഴിക്കാനുള്ളത്. അപ്പോൾ പിസ്സയും തണുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ചൂട് കൊടുക്കണതാണ് ശരിക്കും പിസ്സയ്ക്ക് രസം. അപ്പോൾ നമ്മൾ കടായി ചിക്കൻ കാണാൻ നല്ല ഭംഗിയുണ്ട് ഇവിടെ. അപ്പോൾ നിങ്ങൾ കാണുന്ന പോലെയല്ല കേട്ടോ, ഭയങ്കര മസാല ഒന്നുമില്ല, ചെറിയൊരു അത് തക്കാളി ഇങ്ങനെ റോസ്റ്റ് ആയിട്ടുള്ള ആ ഒരു കളറാണ്. പിന്നെ അത്ര എരിവൊന്നും ഇല്ലായിരുന്നു, ചെറിയൊരു എരിവ് മാത്രമേ ഉള്ളൂ. അപ്പോൾ നിങ്ങൾ അത്ര സ്പൈസി വേണമെങ്കിൽ കുറച്ചുകൂടി നിങ്ങൾ സ്പൈസി ആഡ് ചെയ്താൽ മതി. അപ്പോൾ ഞാൻ കടായി ചിക്കനും തന്തൂരി റൊട്ടി കഴിക്കാൻ പോവാണ്. അപ്പോൾ കുറേ പേർക്ക് ഈ ചെറിയ ജീരകം ക്യൂമിൻ സീഡ്സിൻ്റെ ഫ്ലേവർ അത്ര ഇഷ്ടമല്ല ഞാൻ കേട്ടിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ ഒഴിവാക്കുക, അല്ലെങ്കിൽ കുറച്ചൊരു 1/4 ടീസ്പൂണൊക്കെ നിങ്ങൾ യൂസ് ചെയ്താൽ മതി, പ്രശ്നമൊന്നും ഇല്ലെങ്കിൽ. ശരിക്കും നോർത്ത് ഇന്ത്യൻ ഫ്ലേവർ പറഞ്ഞാൽ ഈ ഒരു ക്യൂമിൻ സീഡ്സിൻ്റെ ഒരു ഫ്ലേവർ നന്നായിട്ട് ഉണ്ടാവലുണ്ട്. അങ്ങനെയാണെങ്കിൽ കുറച്ചായിട്ട് യൂസ് ചെയ്യുക, അല്ലെങ്കിൽ കംപ്ലീറ്റ് ആയിട്ട് അവോയ്ഡ് ചെയ്യാം. അപ്പോൾ ഇന്നത്തെ വ്ളോഗ് ഇത്രേ ഉള്ളൂ. ചെറിയൊരു വ്ളോഗായിരുന്നു. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവും വിചാരിക്കുന്നു. പെരുന്നാളൊക്കെ ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരോടും അഡ്വാൻസ് ആയിട്ട് ഈദ് മുബാറക്. അപ്പോൾ എല്ലാവരും ഡിഷസൊക്കെ എന്തായാലും ട്രൈ ചെയ്ത് നോക്കണം. ഫീഡ്ബാക്ക്സ് എന്തായാലും അറിയിക്കണം, ഫോട്ടോസൊക്കെ എടുക്കണം. പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആൾക്കാരെ എപ്പോഴും പറയുന്ന പോലെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ അത്രേ ഉള്ളൂ ഗൈസ്. എല്ലാവരോടും അസ്സലാമു അലൈക്കും ആൻഡ് ടേക്ക് കെയർ.